ഇത്ര ഭാഗ്യമെൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ, അവനെൻ്റെ ഉപനിധി കാത്തിടും, വാനമേഘത്തിലെന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വരുവാനും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനൊരു ദിവസം കൂടെ എനിക്ക് ദാനമായി തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ 2024 ജനുവരി മാസം മുതൽ ഡിസംബർ മാസത്തിൻ്റെ 26-ാമത്തെ ദിവസത്തിലും എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം, 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 അപ്പാ സ്തോത്രം. എന്നെക്കാൾ നല്ലവരെ, പ്രഗത്ഭരെ, ശ്രേഷ്ഠരെ, പ്രായം കുറഞ്ഞൊരു വിദ്യാസമ്പന്നരൊക്കെ മൺമറഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഒരവസരത്തിനായിട്ടൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മിടുക്കും സാമർഥ്യവും ഒന്നുമല്ല, നന്മയും പുണ്യപ്രവൃത്തിയും ഒന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ ദയയും കാരണയുമാ. നന്ദി പിതാവേ, നന്ദി, നന്ദി. ഒന്നുകൂടെ വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ അടിയനെ സഹായിക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണമേ. ഈ സമയം എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കട്ടെ. ഞങ്ങളെ ഒന്നുപോലെ അറിയാവുന്ന അപ്പച്ചൻ്റെ പാദപീഠത്തിലായി ഏൽപ്പിച്ചു തരുന്നത് ഞങ്ങളുടെ ആവശ്യ സ്തോത്രത്തോടെ അറിയിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം തന്ന് പോറ്റി പുലർത്തി ജയകരമായി ഇന്ന് വരെ നടത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്നുവരെ അത്ഭുതവും ജയമായി നടത്തിയ ദൈവമേ, വീണ്ടും നടത്തുവാൻ സർവശക്തനെ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ശത്രു ഞങ്ങളെ കാണാതെ, ദുഷ്ടപിശാചി ഞങ്ങളെ തൊടാതെ, അന്ധകാരത്തിൻ്റെ കെടുതികളൊന്നും കടന്നു വരാതെ, കാൽവറി ക്രൂശിലെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, തുടർന്ന് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണം. ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ദിവസങ്ങളിൽ ഇടയാക്കണം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ സൂക്ഷിച്ച് ദൈവത്തെ നന്ദി കരേറ്റി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിപ്പാൻ ഇടയാക്കണം. പുതുവർഷക്കാലം ദൈവത്തോട് ചേർന്ന് ആരംഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹപ്രദമായ 2025 ഞങ്ങൾക്ക് നൽകിത്തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ജീവിപ്പാൻ കഴിയുകയില്ല. അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപും പിൻപിടവും വലവും ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ പഠനത്തെ മാനിക്കണേ, ബുദ്ധിജ്ഞാനം കൊടുക്കണമേ, ജയത്തോടെ അവരെ നടത്തണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ, ആവശ്യമറിഞ്ഞ് കരുതണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, മെഡിക്കൽ ലൈസൻസിനായിട്ടൊക്കെ എക്സാം എഴുതേണ്ട കുഞ്ഞുങ്ങളുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ജയം തൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. ബുദ്ധിജ്ഞാനവും അപ്പച്ചന് കൊടുക്കണമേ കർത്താവേ. പുതുവർഷത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ, അവരാഗ്രഹിച്ച സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ആമേൻ. കർത്താവ് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. നന്നായി പഠിക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കിക്കാട്ട്. പരീക്ഷകളിൽ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണം. മാനിക്കുമാറാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് OETയും IELTSഉം പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും സ്വർഗത്തിലെ അപ്പച്ചൻ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കും. നിശ്ചയമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും. അത്ഭുതമായ വിധത്തിൽ അവരെ നടത്തും. ഒരിക്കലും പറ്റാത്ത നീരുറവ ഹാഗാറിന് മരുഭൂമിയിൽ തുറന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇനി ഒരിക്കലും പറ്റാത്ത തുറന്നു കൊടുത്ത് അവരെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യാൻ പോകുന്നതോർത്ത് സ്തോത്രം, 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 സ്തോത്രം. എന്മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്ന വചനമാ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലിലെ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളെയും പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് നിറച്ചാട്ട് കർത്താവെ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോരുത്തരുടെയും യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്ക തുണയെ ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഒന്നിനും കുറവ് കൂടാതെ കാനാവിലെ കല്യാണം പോലെ കർത്താവ് വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെ ഇരിക്കണേ അപ്പച്ച. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ വലിയൊരു ശേഷിപ്പ് ഓരോ മക്കൾക്ക് നൽകണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ. വേണ്ടുന്നെല്ലാം ദിനംതോറും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. പ്രത്യേകിച്ച് ഹാലേലൂയ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുക നാഥ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. അവരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഈ സമയം അപ്പാ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു നാഥ. നിൻ്റെ ആശ്വാസത്തിൻ്റെ കരമോരോ മക്കളെ ചേർത്ത് പിടിക്കണമേ. പ്രത്യാശയോടെ ജീവിപ്പാനുള്ള ദൈവകൃപയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന തലചായ്പാൻ സ്വന്തമായി ഭവനം നൽകണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ പിതാവേ. ഹാലിലെ എല്ലാ പ്രാർത്ഥന വിഷയം സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. സന്തോഷത്തോടെ ജീവിപ്പാനുള്ള മുഖാന്തരം ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. തമ്പുരാനെ, അദൃശ്യമാർന്ന ആ കരവലയത്തിനുള്ളിൽ ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ. സൗഖ്യം കാത്ത് കിടക്കുന്ന മക്കളോട് കരുണ കാണിക്കണമേ. ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ഒരു തുള്ളി രക്തം മതി, ഒരു വാക്ക് മതി കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കുമല്ലോ. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച് വിജയത്തോടെ നടത്തിയ ദൈവമേ, കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച കർത്താവേ, വീണ്ടും തന്നെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, തൊക്കെ സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ഹാലലൂയ കർത്താവേ. അപ്പോൾ കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ കർത്താവേ, ശരീരമാസകരം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, പനിയാലെ ചുമയാലെ ഭാരപ്പെടുന്നവർ, ശരീരമാസകരം കർത്താവ് വേദന കൊണ്ട് ഹാലലിയ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, എൻ്റെ ദൈവമായ കർത്താവേ, മനസ്സലിയണേ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. പൊന്നുകരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ് ഉള്ളവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ. സ്തോത്രം, സ്തോത്രം അപ്പാ.
എൻ്റെ ദൈവമായ കർത്താവേ, നീ അവിടുന്ന് ഓരോ മക്കളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതവാനേ, വീരനാ ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിൻ്റെ കർത്താവേ, ഓരോ മക്കൾക്കും വേണ്ടുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവും നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങൾക്ക് മതിയപ്പോൾ അത് ബലഹീനതയെ തികഞ്ഞു വരുന്നതാകയാൽ അത്യന്തപരമായ കൃപ ഓരോ ജീവിതങ്ങൾക്ക് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് എല്ലാ പ്രാർത്ഥന വിഷയം തമ്പുരാൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയം. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ വഴി നടത്തണം. പൊന്നുകരെ ഞങ്ങളെ ചേർത്ത് പിടിക്കണം. അവിടുത്തെ ആലോചനയും ഞങ്ങളെ നടത്തിക്കാട്ടെ. സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സ്വർഗീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണേ. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.